പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. വയനാട് നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം വണ്ടൂർ ടാക്സി സ്റ്റാൻഡിൽ വെച്ച് നടത്തി. പരിപാടി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. ശിവകുമാർ എന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവിത ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി നമ്മളുടെ ആവേശം പ്രിയപ്പെട്ട നേതാവ് ശ്രീ DK ശിവകുമാരിത കടന്നു വരികയാണ്. ശ്രീ NA ഹാരിസിനോടൊപ്പം ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന കർണാടക രാഷ്ട്രീയത്തിലെ കരുത്തനായ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നാളെയുടെ നമ്മുടെ ഭാവി പ്രതീക്ഷയായ മതേതര മൂല്യങ്ങളുടെ കാവൽക്കാരൻ പ്രിയപ്പെട്ട DK ശിവകുമാരനെ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാൻ നിങ്ങൾ ഒറ്റക്കെട്ടായ രംഗത്ത് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. You never elected a parliament member. You elected a leader for the nation who have staged his voice for the sake of country and to walk from being an MP here. He took a bold step to walk from Kanyakumari to Kashmir, and which has helped this country to be more stronger. പ്രിയപ്പെട്ടവരെ, വയനാട്ടുകാരുടെ പ്രത്യേകത, നിങ്ങൾ തിരഞ്ഞെടുത്തത് കേവലം ഒരു MP ആയില്ല, നിങ്ങൾ ഈ ദേശത്തിന്റെ രാഷ്ട്രത്തിന്റെ നേതാവിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. ആ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം MP ആയതിനു ശേഷമാണ് അദ്ദേഹം ഐതിഹാസികമായ ഭാരത് ജോഡോ യാത്ര നടത്തിയത്. അത് ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ, ചരിത്രത്തിൽ ഒരു രജത രേഖയാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. In that Bharat Jodo Yatra, we could find out the sufferings of the people, the prices, the hatredness, and what all the communal conflict which has been going on, and the unemployment problem was being seen, and lot of people and the workers, the youngsters came out with the issues with Rahul Gandhi. പ്രിയപ്പെട്ടവരെ, ഭാരത് ജോഡോ യാത്രയിൽ ഈ രാജ്യത്തിന്റെ ഒരു പരിച്ഛേദം അനാവൃതമായിരുന്നു. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ വിവിധങ്ങളായ ജീവിത ക്ലേശങ്ങളുമായിട്ട് തൊഴിലാളികൾ കടന്നെത്തി, യുവാക്കൾ, സ്ത്രീകൾ, അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ മേഖലയും പ്രതിനിധീകരിക്കുന്നവർ അന്ന് രാഹുൽ ഗാന്ധിയുടെ മുമ്പാകെ എത്തി. അത് മാത്രമല്ല, ഇവിടെ ധ്രുവീകരണ രാഷ്ട്രീയത്തിന്റെ ഇരകളായ ഒരുപാട് പേരെയും സമൂഹങ്ങളെയും ഞങ്ങൾക്ക് അന്ന് കാണാൻ കഴിഞ്ഞു. With that experience of Bharat Jodo Yatra and knowing the problems of the people in Karnataka, we decided to give 5 guarantee, and all those 5 guarantees we have implemented in the Karnataka. ഭാരത് ജോഡോ യാത്രയിലെ ഈ അനുഭവങ്ങൾ മുൻനിർത്തിയാണ് ഞങ്ങൾ കർണാടക തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് 5 ഗ്യാരണ്ടികൾ എന്ന ശ്രദ്ധേയമായ മുദ്രാവാക്യം ജനങ്ങളുടെ മുമ്പാകെ വെച്ചത്. അധികാരത്തിലേറിയതിനു ശേഷം ഈ 5 ഗ്യാരണ്ടിയും സമ്പൂർണ്ണമായി നടപ്പിലാക്കിയെന്ന് വളരെ അഭിമാനത്തോടുകൂടി ഞാൻ ഓർക്കുകയാണ്. ഏതൊരു പുരുഷന്റെയും വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീയുണ്ടെന്നും രാഹുൽ ഗാന്ധിയുടെ വിജയത്തിന് പിന്നിൽ പ്രിയങ്കയാണെന്നും DK ശിവകുമാർ പറഞ്ഞു. ചടങ്ങിൽ കർണാടക വികസന അതോറിറ്റി ചെയർമാൻ NA ഹാരിസ്, MK മുനീർ MLA, KM ഷാജി, AP അനിൽകുമാർ MLA, KPCC മെമ്പർ KT അജ്മൽ, അഡ്വക്കേറ്റ് VS ജോയ്, KP നൌഷാദ് അലി, E മുഹമ്മദ് കുഞ്ഞി, P ഖാലിദ്, KC കുഞ്ഞി മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.